സുഡാപ്പിസ്ഥാനായി തീരുന്നുണ്ടോ കേരളം എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുകയുണ്ടായി. പ്രധാന രണ്ട് മത നേതാക്കൾ അവർ നടത്തിയ പരാമർശം സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നു കഴിഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമുണ്ടാവും, അത് ഹറാമാണ്, മതവിരുദ്ധമാണ് എന്നൊക്കെയുള്ള. ഇതിനൊരു മറുപടിയായിട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നിട്ടുണ്ടായി. അദ്ദേഹം പറയുന്നത് സമത്വമാണ് വേണ്ടത്, ഇങ്ങനെയുള്ളവരൊക്കെ പിന്തള്ളപ്പെടുന്നൊക്കെയാണ് ഗോവിന്ദ മാസ്റ്റർ പ്രതികരണം, പരോക്ഷമായിട്ടുള്ളൊരു പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് മറുപടിയായിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് ചില വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. പോളിറ്റ് ബ്യൂറോയിൽ എത്ര സ്ത്രീകളുണ്ട്? കണ്ണൂര് പോലത്തെ ഒരു പ്രധാന പാർട്ടി സ്ഥലം, അവിടെ ഏരിയ സെക്രട്ടറിമാരായിട്ട് എത്ര സ്ത്രീകളുണ്ട്? ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് ഒരു മുഖ്യമന്ത്രിയെങ്കിലും സ്ത്രീയായിട്ട് വന്നതിന് ശേഷം പറഞ്ഞാൽ പോരെ ഗോവിന്ദ മാഷ ഈ സമത്വത്തെക്കുറിച്ചുള്ള വർത്തമാനം എന്നാണ് അവരൊക്കെ പറയുന്നത്, ചോദിക്കുന്നത്. ശരിയല്ലേ അത്? ശരിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ സ്ത്രീകളില്ലാത്തത്? എന്തുകൊണ്ടാണ് CPM-ൻ്റെ കണ്ണൂരിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഒരാൾ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റാത്തത്? ജില്ലാ സെക്രട്ടറിമാർ എന്തുകൊണ്ട് സ്ത്രീകളാകും? നല്ല ചോദ്യങ്ങളാണ്, നല്ല വിമർശനങ്ങളുമാണ്. പക്ഷേ അതിനൊക്കെ ഉത്തരം കണ്ടിട്ട് മാത്രം കാന്തപുരത്തിൻ്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ ചോദ്യം ചെയ്താൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. അതിനെ നമുക്ക് ചോദ്യം ചെയ്യണം. CPM-ൽ എന്തുകൊണ്ടാണ് സ്ത്രീ പ്രാതിനിധ്യമില്ലാത്തത്? നമുക്കെന്താണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ട് വരാതിരുന്നത്? അതൊക്കെ ചോദ്യം ചോദിക്കാവുന്നതും ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്നതിൻ്റെ പേരിൽ കാന്തപുരം അബൂബക്കർ സാഹിബിന് ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള അവകാശമുണ്ടോ? എനിക്ക് തോന്നുന്നു മാക്സ് 7-ൻ്റെ വ്യായാമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമത്തിൽ ഏർപ്പെടാൻ പാടില്ല. സ്ത്രീകൾ ശരീരം കാട്ടിയാണ് വ്യായാമത്തിൽ ഏർപ്പെടുന്നത്. സ്ത്രീയും പുരുഷനും നോക്കുന്നതോ കാണുന്നതോ ഹറാമാണ് എന്ന് പറയുന്ന ഇസ്ലാം വിശ്വാസത്തെ പോലും മറന്നുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണോ എന്ന് ചോദിക്കാനായിട്ട് കേരളത്തിലുള്ള ഏതൊരു സാമൂഹ്യ ജീവിക്കും അവകാശമുണ്ട്. അത് ചോദിക്കണം. കാരണം അതൊരു അടുക്കളക്കാര്യമല്ല. കേരളത്തിലെ മുസ്ലിമിൻ്റെ ഒരു മൈതാനത്ത് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ തുറസായ പ്രദേശത്ത് പകൽ വെളിച്ചത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതിൽ എന്താണ് തകരാറ് എന്ന് മറ്റുള്ളവർക്കും ചോദിക്കാം. തകരാറുണ്ടെന്ന് മുസ്ലിയാർക്ക് പറയാം, പക്ഷെ അതിലെന്താണ് തകരാറെന്ന് നാട്ടുകാർക്കും ചോദിക്കാം. അതിൽ അസ്വസ്ഥമായിട്ട് കാര്യമില്ല. കാരണം 16-17 നൂറ്റാണ്ടുകളിലൊക്കെ നിലനിന്നിരുന്ന മതനിയമങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് നല്ലതല്ല. അത് മുസ്ലിം മതമല്ല, ഹിന്ദു മതമോ ക്രൈസ്തവ മതമോ ഏത് മതമായി കഴിഞ്ഞാലും അതങ്ങനെ അല്ലെന്ന് പറയാൻ ഇന്നത്തെ ഇക്കാലത്തെ ഉൽപ്പതിഷ്ണുക്കൾക്ക് അവകാശമുണ്ട്. അവരത് പറയും. അപ്പോൾ CPM അത് പറയാൻ യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അവർ യോഗ്യരല്ല എന്ന് പറയാം. പക്ഷേ അവർ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള പ്രകടനങ്ങളിലും സമരങ്ങളിലും ഒക്കെ ധാരാളമായി പങ്കെടുക്കുന്ന പാർട്ടിയാണ്. അവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളില്ല എന്നുള്ളത് ആണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിന് കാരണങ്ങളുണ്ട്. എന്താണ് കാരണം? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് പുരുഷാധിപത്യമാണ്, പാട്രിയാർക്കൽ സ്വഭാവമാണ്. ആ പാട്രിയാർക്കിയെ എതിർക്കുക എന്നുള്ളത് സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നടത്തേണ്ടതായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൽ CPM വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നതാണ് CPM നേരിടുന്ന ഒരു വിമർശനം. അത്രയേ ഉള്ളൂ. അല്ല, അതിനപ്പുറത്തേക്ക് എന്താണ് പറയാൻ പറ്റുന്നതിന്? അതായത് പാർട്ടിക്കകത്തും പുരുഷാധിപത്യം ഉണ്ടെന്ന്. പുരുഷാധിപത്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇത് ഈ അധികാരത്തിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പാർലമെൻറ്റിൽ നമ്മൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത് പുതിയ നിയമം ഉണ്ടാക്കി, നടപ്പിലാക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. അത് പോട്ടത്ത് കയറ്റി വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്താണ്? പുരുഷാധിപത്യം കൊണ്ട് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഒരു പള്ളി കമ്മിറ്റി അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിട്ട് അതിൻ്റെ നേതാവായിട്ട് സ്ത്രീകൾ വന്നതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? അതെ, ഇല്ല. ഇല്ല. അത് മുസ്ലിം പള്ളികളിൽ മാത്രമല്ല,
ക്രിസ്ത്യൻ പള്ളികളിലും അവരുടെ കമ്മിറ്റികളിലൊന്നും അതിൻ്റെ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരുന്നില്ല. ഉം. അവിടെ മാത്രമല്ലല്ലോ, മുസ്ലിം സമുദായത്തിനകത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടുള്ള തുറന്ന അവസരങ്ങളില്ലല്ലോ. പല അവരുടെ സംഘടനകൾ നടത്തുന്ന പല പരിപാടി പ്രവർത്തനങ്ങളിലും പരിപാടികളിലും സാരി കെട്ടിത്തിരിച്ച് ഒരു വശത്ത് സ്ത്രീകളെയും ഒരു വശത്ത് പുരുഷന്മാരെയും ഇരുത്തുന്ന രീതിയാണല്ലോ നടക്കുന്നത്. അതൊക്കെ മാറ്റട്ടെ ഇവർ. അത് മാറ്റാനായിട്ട് പുറത്തുള്ള ആളുകൾക്ക് പറയാൻ അവകാശമുണ്ടോ ഇല്ലയെന്ന് ചോദിക്കുന്നതിൽ ഒരു കഥയില്ല. അവർ മാറ്റിയാൽ മതി, പുറത്തുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയത്രേ ഉള്ളൂ. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനും മാഷും ഒക്കെ ഇരുന്നിട്ട് ഈ കാര്യം സംസാരിക്കുമ്പോൾ പൊതുവെ ചില ആളുകൾ വന്നിട്ട് കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തും, ഓ നിങ്ങൾ ഇസ്ലാം വിരുദ്ധരാണ്, നിങ്ങൾ ഇസ്ലാമോ ഫോബിക്കാണ്, നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിരോധമുണ്ട്. ഈ ഒരു ഭയം കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് ആളുകൾക്കിടയിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പൊതുസമൂഹത്തിനിടയിൽ ഒരു സമുദായത്തിലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാൻ ഭയമാണ്. കാരണം അയ്യോ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാം വിരുദ്ധനാവോ എന്ന പേടി പല ആളുകൾക്കും ഉണ്ട്. അല്ല, അത് അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ഇസ്ലാം വിരുദ്ധനായാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ഭയക്കേണ്ടതില്ലല്ലോ. ഇസ്ലാം വിരുദ്ധം ഇപ്പോൾ ആളുകൾ ഭയപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മളുടെ കൈവെട്ട്, ജോസഫ് സാറിൻ്റെ കൈവെട്ട് കേസ് കേട്ടിട്ടുണ്ടായിരിക്കും. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് കൈവെട്ടി കളയുന്നു. നീ അങ്ങനെ എന്ത് ചെയ്തു? ഞങ്ങളുടെ അള്ളാഹുവിനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് കൈവെട്ടിയെടുത്തു. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ നാവരിഞ്ഞെടുക്കുമോ? നമ്മളിവിടെ ഒരു നിന്ദാവചനവും പറയുന്നില്ല. ഭരണഘടന അനുശാസിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ചെയ്യുന്നത്. അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്നു, അപ്പോൾ നമ്മളങ്ങനെ പറയുന്നു, അത്രയേ ഉള്ളൂ. പള്ളി കമ്മിറ്റികളിലില്ല എന്ന് പറഞ്ഞു. പ്രസിഡൻ്റായിട്ട് ഒന്നും ഒരു സ്ത്രീയും ഇതുവരെ ഒരു പള്ളിയുടെയും, മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അതിൻ്റെ കമ്മിറ്റികളുടെ നേതാവായിട്ടൊന്നും സ്ത്രീകൾ വരാറില്ല. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ സ്ത്രീകളില്ല. ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ട് സ്ത്രീകളില്ല. ആരോ ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ സമ്മേളന കാലത്ത്. അങ്ങനെ അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി പാട്രിയാർക്കലായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വലിയ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP-യുടെ സെക്രട്ടറി ആയിട്ട് എന്തെങ്കിലും ഒരു പെണ്ണ് വന്നിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും വരുമോ? മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച NSS-ൻ്റെ പ്രസിഡൻ്റായിട്ട് എന്തെങ്കിലും ഒരു സ്ത്രീ വരുമോ? വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊക്കെ ഈ പാട്രിയാർക്കി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും മാറ്റം ഉണ്ടാവില്ല. എല്ലാ അധികാരങ്ങളും പുരുഷന്മാർ അമർത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. നായർ, ഈഴവർ, ക്രിസ്ത്യാനി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ്, അല്ലാണ്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? എല്ലാവരും ഒരേപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ സാമാന്യ രീതി. ആ രീതിയിൽ തന്നെ ഒട്ടും സ്വീകാര്യമല്ലാത്ത പരിപാടിയാണ് കാന്തപുരം ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അത് വ്യായാമത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം റെസ്ട്രിക്ഷൻ കൊടുത്തത്. സിനിമ കാണാൻ പോകരുത് എന്ന് യഥാർത്ഥത്തിൽ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിനിമ ഹറാമാണ്, അതുകൊണ്ടത് കാണാൻ പാടില്ല എന്ന് വിലക്കുന്ന രീതി അതിനകത്തുണ്ടായിരുന്നു. കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല, പഠിക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ കുട്ടികളൊന്നും അംഗീകരിക്കുന്നില്ല. എത്രയോ ഡോക്ടർമാർ, എത്രയോ എഞ്ചിനീയർമാർ, എത്രയോ ശാസ്ത്രജ്ഞന്മാർ. APJ അബ്ദുൽ കലാം പോലും ശാസ്ത്രജ്ഞനായിട്ട് വളർന്ന് വികസിച്ചു. അദ്ദേഹം പുരുഷനാണെന്നുള്ളത് ശരിയാണ്. എത്രയോ സ്ത്രീകൾ ഡോക്ടർമാരായിട്ട് വന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന വലിയ മഹതികൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സമുദായത്തിലും കഴിവുള്ള സ്ത്രീകളുണ്ട്. ആ കഴിവുള്ള സ്ത്രീകൾക്കൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടതാണ്. കൊടുക്കില്ല എന്ന് പറഞ്ഞ് മത നേതാവ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ കേൾക്കുന്ന കാലം പണ്ട്. ഇപ്പം നേതാവിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് മാത്രമേ കരുതുള്ളൂ. സാധാരണ ആൾക്കാർ കരുതുള്ളൂ. അവർ പോയി പഠിക്കുന്നുണ്ട്. സ്കൂളുകളിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് ഈ മതശാസന നടത്താൻ പറ്റുന്നതാണ് നമ്മുടെ സാമൂഹ്യ അവസ്ഥ. അല്ലല്ലോ സിനിമ കണ്ടെന്ന് പറയാൻ അവർക്ക് പറ്റുക. അവർ പറയും, മറ്റൊരു കാണും. സിനിമ നിർമ്മിക്കുന്ന ആൾ, സിനിമയെ അഭിനയിക്കുന്ന എത്രയോ സ്ത്രീകളാണ് ഉള്ളത്. മമ്മൂട്ടി മുസ്ലിമാണല്ലോ, നമ്മുടെ ഇവിടുത്തെ എന്താണ് സൂപ്പർ ഹീറോ ആണ് സിനിമയിൽ. ഈ മത നേതാക്കൾക്ക് അയാളുടെ താൻ അഭിനയിക്കേണ്ട മുസ്ലിമിന് സിനിമ ഹറാമാണ് എന്ന് പറയാൻ പറ്റില്ല. നടക്കാത്ത കാര്യമാണ്. അവർക്ക് മതപണ്ഡിതന്മാർക്ക് അവരുടെ പാണ്ഡികശാലയിൽ ഇരുന്നതൊക്കെ വിളിച്ചു പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആളുകളൊന്നും കേൾക്കാൻ പോകുന്നില്ല. അതെ, ഇത് വളരെ
കുറേ അധികം ആളുകൾ ഈ വേലിക്കെട്ടിനൊക്കെ പുറത്ത് നിന്ന് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വലിയൊരു സമുദായത്തെ, വലിയൊരു ആളുകളെ ഈ മത നേതാക്കന്മാരുടെ വാക്കുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ കാസർഗോഡ് പോലുള്ള ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ട്രെയിൻ ഇറങ്ങി പുറത്തിറങ്ങി പല പ്രദേശങ്ങളിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പർദ്ദയിടാത്ത സ്ത്രീകളെ നമുക്ക് കാണാൻ വളരെ അത്ര അങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതലും കാണുക. അപ്പൊ ഇത്തരം രീതിയിൽ വേഷത്തിലും ധാരണയിലും ഒക്കെ മതത്തെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അത് അത്ര വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല. അതെ, അത് മാറേണ്ടത് ആവശ്യമാണ്. അത് മാറും. കൂടുതൽ വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്ന സമൂഹങ്ങൾ, മുസ്ലിം സമൂഹങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം കാണാം. ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ ഈ പർദ്ദയൊന്നിട്ടിൻ്റെ വഴി കൂടി നടക്കില്ല. അവർ തട്ടം പോലും ഇടാനായിട്ട് തയ്യാറില്ല. അപ്പോൾ അവരൊന്നും ഈ മത നേതാക്കളുടെ വാക്കുകൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അത് മുസ്ലിം മതത്തിൽ മാത്രമല്ല, ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഒന്നും സാധ്യമല്ല. ലോകം വളരെ വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഇവരുടെ മതശാസനകൾ, ഫത്വകൾ എന്നൊക്കെ പറയുന്നത് അവർക്കിപ്പോഴും പറയാം. കുറേ ആളുകൾക്ക് അത് കേൾക്കും, കുറേ ആളുകൾ കേൾക്കില്ല. അല്ലാണ്ട് കേൾക്കാത്തവനെ ശരിപ്പെടുത്തും എന്ന് പറയാൻ പറ്റുന്നതല്ല ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. ഈ കോൺഗ്രസിനെ സ്വാധീനിക്കുന്നത് ഈ കാന്തപുരവും സമസ്തയൊക്കെ തന്നെ ആയതുകൊണ്ടല്ലേ ഒരു പ്രതികരണവും, വലിയ രീതിയിലുള്ള പ്രതികരണമൊന്നും അവിടെ കേൾക്കാത്തത്? അല്ല, അത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ട് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി ചിലപ്പോൾ ശബ്ദിച്ചിരിക്കില്ല. തമ്മിൽ അല്ല, CPM അതിനകത്ത് CPMന് അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കാലമായിട്ട് അവർ ഈ മുസ്ലിം പ്രീണനം നടത്തുന്നവരാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു ലേബൽ അവരുടെ മുകളിൽ വന്ന് പതിച്ചിട്ടുണ്ട്. അത് പറിച്ചു കളയാണ് ഇപ്പോൾ അവർ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രീണനമില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എതിർക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ എതിർത്തിരുന്നു, അവർ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നതാണ്. അതിനിടയ്ക്ക് അവർക്ക് ഇത്തരത്തിൽ അതിനോടൊരു സഹകരണ മനസ്ഥിതി വന്ന സമയത്താണ് പ്രീണന വക്താക്കളായിട്ട് അവർ മാറി എന്ന് പറയുന്ന അഭിപ്രായം അവർക്ക് കിട്ടി. അത് അവരുടെ തലേന്ന് അവർ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും മതാധിപത്യമല്ല ജനാധിപത്യമാണ് ഉയരേണ്ടത്. അല്ല, ഇവിടെ അതായത് ശരിക്കും പറഞ്ഞാൽ റിലീജിയസ് മെജോറിറ്റി വേണ്ട ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. പൊളിറ്റിക്കൽ മെജോറിറ്റി തന്നെ മതി.